Hi friends, welcome back to Build and Craft. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വയലിൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ആണ് ഞാനായിട്ട് ഇരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ വയലിൻ്റെ ബേസിക് ഷേപ്പ് ഒരു A3 പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 2mm തിക്നെസ് ഉള്ള ഒരു ഫോറക്സ് ഷീറ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വയലിൻ്റെ ഷേപ്പ് ഈ ഫോറക്സ് ഷീറ്റിൻ്റെ മുകളിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പതിയെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു CD മാർക്കർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്താ മുകൾ ഭാഗവും അടിഭാഗവും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നൈഫ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സൈഡൊന്നും പോവാതെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ എന്താ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ആ പോർഷന് F ഹോൾസ് ഉള്ളതും അടിയിലത്തെ പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അതേപോലെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 5 cm വിഡ്ത്തിൽ ഫോറക്സ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് അടിയിലത്തെ പീസിൻ്റെ സൈഡ്സിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് കർവ് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ പീസ് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗർ ബോർഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഞാൻ ഒരു ഫോറക്സ് ഷീറ്റിൽ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ 4 പീസ് സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരുമിച്ച് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ എന്താ ഇവിടെ 4 സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പൈറൽ ഡിസൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് സ്പൈറലായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ എന്താ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോറക്സ് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ ഉള്ളിലെ ഗ്യാപ്പിൽ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3D ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആ ടോപ്പ് സൈഡിലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്താ 2 സെയിം ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹാൻഡിലിൻ്റെ ഈ ഒരു പാർട്ടിൽ ഒട്ടിച്ചെടുക്കാം. ഞാൻ എന്താ 2 സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഹാൻഡിലിൻ്റെ ബാക്കി പാർട്ടും ഫോറക്സ് ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഞാനതൊന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്ത ഷേപ്പും അതുപോലെ സൈസൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് എഡ്ജസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനത് ഫുള്ള് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫിംഗർ ബോർഡിൻ്റെ മുകളിലായിട്ട് ഈ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരെൻ്റെ വീതി കുറവും മറ്റേ എൻ്റെ വീതി കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ ആ വീതി കൂടുതലുള്ള എൻ്റെ നമുക്ക് ഈ ബോർഡിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ അടിയിൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസും അതുപോലെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതിന് ഒരു ചെറിയ പീസും കൂടി വെച്ചിട്ട് അത് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കർവ് ചെയ്തിട്ട് ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വയലിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ഷേപ്പിലാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് കൂടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരോ പാർട്ടായിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കണ്ടാൽ മനസ്സിലാവും. അതേപോലത്തെ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ബോർഡിൽ സ്ട്രിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ടെയിൽ പീസ് എന്നാണ് അത് ഞാൻ പറയുന്നത്. ഞാൻ ഫോറക്സ് ഷീറ്റിൽ കർവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു 4 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് സ്ട്രിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പോയിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു പേപ്പർ പിന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഫോറക്സ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിൻട്രസ് എന്നാണ് അത് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ പാർട്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ആക്രിലിക് ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ചിൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പീസും നമുക്ക് ബ്ലാക്ക് അടിച്ചെടുക്കാം. ഈ ഒരു പാർട്ട് പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ അതിൻ്റെ എഡ്ജസിലൊക്കെ ഒരു ഫോമിൻ്റെ റിബൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വയലിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ എഡ്ജസിലൊക്കെ ഒരു ഹമ്പ് പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബ്ലാക്ക് ഫോം ഒട്ടിച്ചെടുത്ത് വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഫുള്ള് വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. നമുക്ക് വീതിയുള്ള ബ്രഷ് വെച്ചിട്ട് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വുഡ് ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. നമുക്കത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഹാൻഡിലും നമുക്ക് സെയിം കളർ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ അത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ ഒരു പോർഷനിൽ ട്യൂണിങ് കേസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു ലെങ്ത്തിൽ ചൂരലിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് നോക്കാം, കറക്റ്റായിട്ടാണോ ബാക്കിയുള്ളത് ടച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ എഡ്ജസിൽ ക്യാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഫോറക്സ് ഷീറ്റിൽ ഒരു ക്യാപ്പ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എന്താ 4 എണ്ണം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ പാർട്ടും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഇനാമൽ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനാമൽ പെയിൻറ്റ് അടിക്കുന്നത്. എല്ലാ പാർട്ടിലും ഞാൻ എന്താ ഈ ഒരു ക്ലിയർ കോട്ട് അടിച്ചെടുക്കുകയാണ്. ഇതാ എല്ലാ പാർട്ടും നല്ല ഗ്ലോസി ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓരോ പാർട്ടായിട്ട് ഫിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ ആദ്യം ഈ ഹാൻഡിലിൻ്റെ പാർട്ട് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതാ ഈ ഒരു പോർഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഹാൻഡിൽ അടിയിലത്തെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ആ ഹാൻഡിലിൻ്റെ പാർട്ട് നമ്മൾ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ട്രിങ് വയ്ക്കുന്ന ടെയിൽ പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ചിൻ റെസ്റ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു പോർഷനിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു പീസ് നമുക്ക് സെൻട്രലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. സ്ട്രിങ്സിന് പകരമായിട്ട് ഞാൻ ടങ്കീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 4 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി സ്ട്രിങ് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ടങ്കീസിൻ്റെ ഒരറ്റത്ത് ഒരു കെട്ടിടാണ്. ഞാൻ റൗണ്ട് ഈ കീയുടെ ലെഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ച ആ പേപ്പർ പിന്നിൽ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം അതിൻ്റെ ഉള്ളിലൊന്ന് ചുറ്റിയെടുത്തിട്ട് പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ വയലിൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ബോ സെറ്റ് ചെയ്യാം. അപ്പോൾ ബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു റീപ്പറിൻ്റെ പീസാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതാ ഈ 2 സെക്ഷനിൽ സിൽവർ പെയിൻറ്റ് അടിച്ചെടുക്കണം. അതുപോലെ ഞാൻ ഫോറക്സ് ഷീറ്റ് വെച്ചിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ ഒരു പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ സൈഡിൽ സ്ട്രിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് രണ്ടും കൂടി കൂട്ടി ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സ്ട്രിങ് ഫിക്സ് ചെയ്യുന്നത്. നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ വയലിന് അടിച്ച സെയിം പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഇതിനും അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രിങ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ടങ്കീസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. നമുക്ക് ആ സൈഡ് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അതിന് ബാക്കി എൻ്റെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു ഷേപ്പുമേ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് എൻഡിൽ വെച്ചിട്ടൊന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് എന്നും പ്രിയപ്പെട്ട ബാലഭാസ്കർ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക. നമുക്ക് ഇതിനും നല്ലൊരു ക്രാഫ്റ്റായിട്ട് നെക്സ്റ്റ് സൺഡേ കാണാം. ബിഹൈൻഡ് ദ ക്യാം ആര്യ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.